ഹായ്, ഐ ആം സന്ധ്യ വിക്രം, ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോ, കരമന. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ചുകൂടെ ബെനിഫിറ്റായിട്ടും കുറച്ചുകൂടെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽ മെത്തേഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹോം റെമഡി. അതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ റൈസ് വാട്ടറിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ട. വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കണ്ടൻ്റ് ഉള്ളതാണ് ഈ റൈസ് വാട്ടറിൽ. നമ്മൾ കൊറിയൻ ഫേഷ്യൽസും അതിലെല്ലാം നമുക്കറിയാം റൈസ് വാട്ടറാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റൈസ് വാട്ടർ വച്ച് തന്നെ നമുക്ക് 2-3 ടൈപ്പിലുള്ള ഫേഷ്യൽസ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. റൈസ് ഏതെങ്കിലും റൈസ് മതി. നമ്മുടെ വീട്ടിലുള്ള ഇതിപ്പോൾ ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത്, ഏതെങ്കിലും റൈസ് മതി. നമുക്ക് കുറച്ച് റൈസ് എടുക്കുക, അത് തലേ ദിവസം തന്നെ കുതിരാൻ വെക്കുക. എന്നിട്ട് ആ റൈസ് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിൽ കുക്കുംബർ ആഡ് ചെയ്യാം. കുക്കുംബറിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആണ്, നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇപ്പം എനിക്കിപ്പം കുറച്ച് നല്ല ഫ്രഷ് ലുക്ക് വേണം, നമ്മൾ നല്ല വെയിലത്തൊക്കെ അലഞ്ഞിട്ട് വരികയാണ്, അപ്പം നമുക്ക് കുറച്ച് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കുംബർ ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത്, അതായത് ഈ റൈസ് വാട്ടറിനകത്ത്. തലേ ദിവസമോ ഒരു 4 മണിക്കൂർ എന്തായാലും ഫ്രീസ് ചെയ്യാനുള്ളൊരു സമയം വേണം. നമുക്കിത് ചെയ്ത് വെക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുക്കുംബർ എടുക്കുക, ഇതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കുറച്ചിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഐസ് ക്യൂബിൻ്റെ ട്രേ എടുക്കുക. തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇതിൽ നമുക്കൊരു ട്രേയിൽ ഇതിലോട്ട് എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോയി ഒന്ന് ടാനൊക്കെ അടിച്ച് ഒരു ഫ്രഷ്നെസ് നമുക്ക് വേണമെന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് മുഖം കഴുകിയിട്ട് ഇതങ്ങ് റബ്ബ് ചെയ്യുക. രാത്രി ആയാലും കുഴപ്പമില്ല, ഒന്ന് റബ്ബ് ചെയ്യുക. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഇങ്ങനെ അങ്ങ് വിട്ടേച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട്. പക്ഷേ നമ്മൾ എവിടെ പോയിട്ട് വന്നിരുന്നാലും നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം. ഒന്ന് ക്ലെൻസ് ചെയ്താലും കുഴപ്പമില്ല, ഒന്ന് തൈര് വെച്ചിട്ടോ. അപ്പം ഞാൻ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ടാൻ മാറാൻ വേണ്ടി തൈര് നമുക്ക് ഉപയോഗിക്കാമെന്ന്. തൈര് കുറച്ച് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഇത് ഒന്ന് റബ്ബ് ചെയ്യുക. നല്ല മാറ്റമാണ്. ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് റിഫ്രഷ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുക്കുംബറിലുള്ളത് ചെയ്യാം. അല്ലാതെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു മെത്തേഡിൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്നത് ഈ ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ, ഈ റൈസ് വാട്ടർ വെച്ചിട്ട് തന്നെ അടുത്തൊരു മെത്തേഡ് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹണിയുടെയും കോഫി പൗഡറിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഹണിയും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഈ റൈസ് വാട്ടറിലോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറിലോ മിക്സ് ചെയ്തിട്ട് ഇതേ മെത്തേഡിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്യാവുന്നതാണ്. ഇപ്പം നൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡാർക്ക് സർക്കിള്, നമുക്ക് ഏജ്ഡ് സ്കിന്ന്, ആൻറ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. കാരണം നമുക്ക് ചേർത്തിരിക്കുന്ന കണ്ടൻറ്റുകളെല്ലാം നമുക്ക് മനസ്സിലാവും. കോഫി പൗഡറാണ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ലെമൺ ചേർക്കുന്നുണ്ട്. ലെമൺ ചേർക്കുന്ന സമയത്ത് മാത്രം, നമ്മൾ ഏത് ഐസ് ക്യൂബിലാണ് ലെമൺ ചേർക്കുന്നത് അത് മാത്രം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം. കാരണം ഒന്ന് ഡെയിലി ലെമൺ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ലെമൺ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രം ഒരു വീക്കിലി 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യണം. ഈ മെത്തേഡ് പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോഫി പൗഡർ എടുക്കുക. ഇതിപ്പോൾ ഞാൻ റൈസ് വാട്ടർ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് റൈസ് വാട്ടർ എടുക്കുന്നതാണ്. ഇല്ലയെന്ന് വെച്ചാൽ പ്ലെയിൻ വാട്ടറിലായിരുന്നാലും കുഴപ്പമില്ല. 1 സ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതിലോട്ട് ഹണി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ കോഫി പൗഡർ, റൈസ് വാട്ടർ, ഇതിൻ്റെ അകത്ത് ഹണി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് ലെമൺ മിക്സ് ചെയ്യാതെയാണ്. ഇതിപ്പോൾ ഒരു ട്രേയിൽ ലെമൺ മിക്സ് ചെയ്യാതെയും കൂടെ ഒഴിക്കും.
ഇതിൽ തന്നെ ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മതി കേട്ടോ, ഒരു 2. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലെയിൻ റൈസ് വാട്ടർ. നമ്മൾ ഇതിലെല്ലാം റൈസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് പ്ലെയിൻ റൈസ് വാട്ടർ നമുക്ക് മുഖത്ത് റബ്ബ് ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ലെമൺ ചേർക്കാം, ഈ ഹണി ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇപ്പം നമുക്ക് ലെമൺ മാത്രം ചേർത്തിട്ട് റൈസ് വാട്ടറിനകത്ത് ലെമൺ മാത്രം ചേർത്തിട്ട്, ഇല്ലെങ്കിൽ റൈസ് വാട്ടർ മാത്രമായിട്ട് ഇതങ്ങനെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇതൊന്നും ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഞായറാഴ്ചയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്ത് വെക്കാം. വീക്കിലി വൺസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്ക് ഫുള്ളായിട്ട് നമുക്ക് വേറെ വേറെ സംഭവങ്ങളിൽ ചെയ്ത് വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 1 വീക്ക് വരെ, ഞാനൊക്കെ 1 വീക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഇതാ 2 സാധനങ്ങളും ഫ്രീസായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ തന്നെ നമുക്കൊരു 1 വീക്ക് ഈ സിബുള്ള എന്തെങ്കിലും ഇതിലോ റാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് തന്നെ സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ കുക്കുംബർ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിങ്ങനെ മുഖത്തങ്ങ് റബ്ബ് ചെയ്താൽ മതി. ഈ സംഭവം വന്നിട്ട് ഇതാ കോഫിയുടേത്. ഇത് നമുക്ക് രാവിലെ ഇപ്പം നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നതിന് മുമ്പ് നല്ലൊരു ഫ്രഷ് ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റബ്ബ് ചെയ്തിട്ട്, അല്ലെങ്കിൽ യൂഷ്വലി നമുക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു, അറിയാവുന്ന തോന്നുന്നു, നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്, ഇതൊരു ചെറിയൊരു ടിപ്പാണ്, നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഐസ് വാട്ടറിലോ അല്ലെങ്കിൽ ഐസ് കട്ടയിട്ട വെള്ളത്തിലോ ഒന്ന് മുഖം കഴുകിയിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് അങ്ങനെ തന്നെ നമുക്ക് കുറേ നേരം വെക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്തൊക്കെ പോകുന്ന സമയത്തല്ല, ഓഫീസിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ടായിരുന്നാലും നമ്മളൊന്ന് ഐസ് വാട്ടറിലോ ഇങ്ങനെയുള്ള സംഭവത്തിൽ, അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെനിഫിറ്റ് അല്ലേ ഇങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്തിട്ട് ഈ ഐസ് ക്യൂബ് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.